ഹായ് അജയ്. Anjali. Hey, how are you? Thank you very much. ഹായ് അഞ്ജലി. ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഞാൻ പാസ്സായി കേട്ടോ. അഞ്ജലി, നിന്നെ പ്രിൻസിപ്പൾ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. എന്റെ മാർക്ക് ലിസ്റ്റ് നീ മേടിച്ചോണ്ടോന്നല്ലേ? പിന്നെ എന്തൊക്കെയുണ്ട്? ഹണിമൂൺ എങ്ങോട്ടാടി പോയേ? ഏയ്, എന്തൊക്കെയാടി ചോദിക്കുന്നേ? അവരെവിടെയെങ്കിലും പോയിട്ട് വന്നായിരിക്കും. എന്താ? ഏയ്, ഹണിമൂൺ എന്ന് പറഞ്ഞ പുതിയ ചെക്കനും പെണ്ണും ജോളിയായിട്ട് എവിടെയെങ്കിലും പോകുന്നതിനെ പറ്റിയാ. വീട്ടില് ഹണിമൂൺ നടക്കില്ലേ? ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അഞ്ജലി 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 എന്താ പറ്റിയത്? അജയ്, അഞ്ജലി, അജയ് ഇങ്ങ് വന്നേ. അഞ്ജലി അഞ്ജലി, അഞ്ജലി അഞ്ജലി എന്തു പറ്റി? അഞ്ജലി എനിക്ക് വാ, എന്തോ നമുക്ക് വീട്ടിൽ പോവാം. ഡ്രൈവർ വേണ്ട, ഞാൻ പ്രിൻസിപ്പളിനെ കണ്ടിട്ട് വരാം. Are you sure? ആയാ, ശരി വാ. ഓക്കേ, പറ്റും. ബൈ. വാ, കേറ്. ഡ്രൈവർ നേരെ വീട്ടിലേക്ക്. ഞാൻ വേഗം എത്തോട്ടെ. എന്തു പറ്റി അഞ്ജലിക്ക്? ആ, ഹണിമൂൺ കഴിയുമ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഹണിമൂണിന് ശേഷം എന്തുണ്ടാവും? എന്താ മോളെ, എന്തു പറ്റി? അറിയില്ലമ്മ, ഇടയ്ക്കിടയ്ക്ക് ഛർദില് വരിക. എത്ര നാളായി തുടങ്ങിയിട്ട്? ഒരു 2-3 ആഴ്ചയായി. 2-3 ആഴ്ചയായോ? നല്ല കാര്യം, അജയ് ഇവിടെ ഇല്ല. എന്താ അമ്മ? ഒന്നുമില്ല, വാ എവിടേക്കാ? പറയാം, വാ. കൺഗ്രാറ്റുലേഷൻസ് രാജി, നീ ഒരു അമ്മുമ്മയാവാൻ പോവാ. Thank you very much. പതുക്കെ പതുക്കെ. അമ്മ, ഈ കാര്യം ഞാനെപ്പോഴാ അജയോട് പറയുന്നത്? ഞാൻ പറയുമ്പോ പറഞ്ഞാ മതി. അഞ്ജു ഇങ്ങോട്ട് വന്നേ. യെസ് ബോസ്. മുഖത്തെന്തോ ഒരു വിളർച്ച. വെള്ളർച്ച ഉണ്ടോ? ഞാൻ നോക്കട്ടെ. എന്നെ ഞാൻ ശ്രദ്ധിച്ചോണ്ടിരിക്കല്ലേ. നീ മര്യാദയ്ക്ക് ഭക്ഷണം പോലും കഴിക്കുന്നില്ല. കമോൺ ബോസ്, ഇപ്പോഴല്ല ഞാൻ കഴിച്ചിട്ട് വന്നത്. വട കഴിച്ചു. വടയ്ക്ക് നല്ല എരിവുണ്ടായത് കാരണം ഞാൻ പായസം കുടിച്ചിട്ടാ വന്നത്. നീ എന്തുമാത്രം ഭക്ഷണം കഴിച്ചെന്ന് ഞാൻ കണ്ടതല്ലേ. എന്താ പ്രശ്നം? നീ ഇപ്പൊ എന്റെ പ്രോബ്ലം. ഞാനോ? എന്തായി പറയുന്നത്? നീ എന്നോർത്ത് വല്ലാതെ ടെൻഷൻ ആവല്ലേ. നീ എന്റെ ജീവനല്ലേ. നീയും അതെ. ഇത്രയും വലിയ കാര്യം അജയനോട് പറയേണ്ടതാണോ നീ പറയുന്നത്? എന്തുകൊണ്ട് പറഞ്ഞ സമ്മതിക്കില്ല. എന്തുകൊണ്ട് സമ്മതിക്കില്ല? അവൻ അച്ഛനാകുന്ന കാര്യം അറിഞ്ഞ് അവൻ സന്തോഷിക്കല്ലേ ചെയ്യാ. അവന് സന്തോഷാവില്ല. ഒരു ഗർഭം താങ്ങാനുള്ള ശേഷി അവൾക്കില്ലാന്ന് പറയും. അതുകൊണ്ട് ജീവൻ ആപത്താണെന്ന് ഭയപ്പെടും. ഇക്കാര്യം നിനക്കെങ്ങനെ അറിയാം? അഞ്ജലി പറഞ്ഞു. അഞ്ജലിയോട് നീ ഇതിനെക്കുറിച്ച് സംസാരിച്ചോ? അഞ്ജലി ഗർഭിണിയാണെന്ന കാര്യം നിനക്ക് എപ്പോ മുതൽ അറിയാം? 2 മാസമായിട്ട്. 2 മാസമായിട്ടോ? ഇത്രയും വലിയ കാര്യം നീ ഇപ്പോഴാണോ എന്നോട് പറയുന്നത്? വാ, ഇതിപ്പോ തന്നെ നമുക്ക് അജയനോട് പറയണം. വാ പോവാം. വേണ്ട, പ്ലീസ് ഒന്ന് ക്ഷമിച്ചൂടെ? ഞാനും അഞ്ജലിയും സന്ദർഭം നോക്കി അവനോട് പറഞ്ഞോളാന്നേ. ഓ, നിങ്ങൾ രണ്ടുപേരും ചേർന്ന് നേരത്തെ ഇതൊക്കെ തീരുമാനിച്ചു അല്ലേ? അയ്യോ, ഞാൻ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? മനസ്സിലാവുന്നുണ്ട് രാജി, നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇത്രയ്ക്ക് സന്തോഷമുള്ള ഒരു കാര്യം
നമ്മുടെ മോന്റെ അടുത്ത് നിന്ന് നമ്മൾ മറക്കുന്നെന്ന് ആലോചിക്കുമ്പോ മനസ്സിൽ നല്ല സങ്കടമുണ്ട്. ഒന്ന് ക്ഷമിക്കേ. സമയമാകുമ്പോ ഞാൻ അവനോട് പറഞ്ഞോളാം. തീർച്ചയായും അത് സംഭവിക്കില്ല. നമ്മൾ പറയുന്നതിന് മുമ്പേ അവനത് മനസ്സിലാക്കിയിരിക്കും. ഭാര്യ ഗർഭിണിയാണെന്നുള്ള കാര്യം എത്ര നാൾ അവൾക്ക് മറച്ചു വെക്കാൻ സാധിക്കും? പറയൂ രാജി, പറ്റുമോ? ടെൽ മീ, ഈസ് ഇറ്റ് പോസിബിൾ? I don't know. എനിക്ക് അറിഞ്ഞൂടാ. എന്ന ഒരു കാര്യം എനിക്കറിയാം. ഈ വിഷയം എങ്ങനെ പറയണമെന്ന് അഞ്ജലിക്ക് അറിയാം. ഈ കളിയിൽ ഞാനേ ജയിക്കുള്ളൂ, നോക്കിക്കോ. നമുക്ക് നോക്കാം ഉം. ആരാ ജയിക്കാന്നറിയാൻ ഇനി ഒരുപാട് സമയമുണ്ട്. ഉം. ആ, ആ, ഹലോ, ഇങ്ങനെ കള്ളത്തരം കാണിച്ചാലേ എനിക്ക് എങ്ങനെ ജയിക്കാൻ പറ്റുന്നത്? കമോൺ അജയ്, തമാശക്ക് കളിക്കുന്നല്ലേ, ചുമ്മാ ടൈം പാസ്. നിർത്തിക്ക്. ഇപ്പൊ നീ ഒരുപാട് എണ്ണ പലഹാരങ്ങൾ കഴിക്കുന്നുണ്ടേ. വന്ന് വന്ന് നന്നായിട്ട് തടിക്കുന്നുണ്ട്. വയറൊക്കെ ചാടി. പോ, ഞാൻ നിന്നോട് മിണ്ടില്ല. എങ്ങോട്ടാ പോന്ന്? തുണി മാറ്റാൻ പോവാ. അതിനങ്ങനെ അങ്ങോട്ട് പോന്ന്? നീയല്ലേ ഇപ്പൊ എനിക്ക് കൊടവേരാന്ന് പറഞ്ഞ, അതുകൊണ്ട് നിന്റെ മുന്നിൽ വെച്ച ഡ്രസ് മാറില്ല. ഇതെന്താ ഇങ്ങനെ ഒറ്റക്കിട്ടിരിക്കുന്നത്? ഡോക്ടേഴ്സ് ഓർഡർ. പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ല ഡോക്ടർ, അവൾക്ക് 5 മാസം കഴിഞ്ഞു. എന്നാലും വയറൊന്നും തോന്നിക്കുന്നില്ല. കമോൺ രാജി, യു ആർ എഡ്യൂക്കേറ്റഡ്, യു ആർ എ ഡോക്ടേഴ്സ് വൈഫ്. നീ ഇങ്ങനെ പറഞ്ഞാലോ? ചില പെൺകുട്ടികൾക്ക് 8 മാസം വരെ വയറ് അറിയാനേ പറ്റില്ല. ഞാനങ്ങനെ എത്ര പ്രസവം കണ്ടിട്ടുള്ളതാ. എല്ലാ കുട്ടികളും വളരെ ആരോഗ്യത്തോട് തന്നെ ഇരിക്കുന്നത്. അല്ല, അപ്പോ പേടിക്കാനൊന്നും ഇല്ലല്ലേ? ഒട്ടും വിഷമിക്കേണ്ട രാജി, റിലാക്സ്. വയറ് വലുതായിട്ടിരിക്കുന്നതും കുട്ടിയുടെ ആരോഗ്യം തമ്മിൽ യാതൊരുവിധ ബന്ധവും ഇല്ല. അമ്മേ, അഞ്ജലി, അമ്മ. മരുന്നൊക്കെ എന്താ ഇവിടെ? ഇതൊക്കെ എപ്പോഴാ മാറ്റിയത്? അമ്മേ, അഞ്ജലി, അഞ്ജലി. സമയം എത്രയല്ലേ ഉള്ളൂ, പിന്നെന്താ ഉറങ്ങുന്നേ ഉള്ളു? അച്ഛാ, അമ്മേ. എന്താ അമ്മേ, അഞ്ജലിയുടെ മരുന്നൊക്കെ മാറിയല്ലോ. അവളെന്താ ഈ സമയത്തോടെ ഉറങ്ങുന്നത്? എന്താ മോനിത്? ഉറങ്ങുന്നതിനെല്ലാം ടെൻഷൻ ആയാലും എങ്ങനെയാ? അവൾ ഉറങ്ങിക്കോട്ടെന്നേ. നീ നിന്റെ ആരോഗ്യം നോക്ക്. എന്റെ ഹെൽത്തിന്റെ കാര്യം വിട്ടേക്ക്. അഞ്ജലിയുടെ മരുന്ന് മാറിയാൽ എന്നോടെന്താ പറയാഞ്ഞത്? അജയ്, ഇത് വെറും വൈറ്റമിൻ ടാബ്ലറ്റ്സ്, ജസ്റ്റ് ഫോർ ജനറൽ ഹെൽത്ത്. അജയ്, അഞ്ജലി കുറച്ച് വീക്കാണ്, അത്രേ ഉള്ളൂ. അതിനാണ് ഡോക്ടർ മരുന്ന് മാറ്റിയത്. ഇതിനൊക്കെ ടെൻഷൻ ആയാലും എങ്ങനെയാ? എങ്ങനെ അമ്മേ ടെൻഷൻ ആവാതിരിക്കുന്നത്? അവളുടെ ഹെൽത്തിന്റെ കാര്യം ആരും എന്നോട് സംസാരിക്കുന്നില്ല. അവളുടെ മെഡിക്കൽ റിപ്പോർട്ട് ഒരെണ്ണം പോലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അഞ്ജലിയെ കുറിച്ചോർത്ത് നീ വിഷമിക്കണ്ട. ഐ ആം എ ഡോക്ടർ, യു ക്യാൻ ട്രസ്റ്റ് മീ. അമ്മ പറഞ്ഞ പോലെ നീ നിന്റെ കാര്യം ശ്രദ്ധിക്കേ. അഞ്ജലി നന്നായിരിക്കാതെ ഞാൻ എങ്ങനെയാ നന്നായിരിക്കുന്നത്? ഇവിടെ എന്ന് രാവിലെ ഇതുപോലെ ഉണർത്താണെങ്കിൽ എന്താ നന്നായി. എടി മണ്ടി, ഇത് മോർണിംഗ് അല്ല, ഈവനിങ്ങാ. ഈവനിങ്ങാ? എന്നെ എന്താ ആരും വിളിക്കാതെ? പതുക്കെ പതുക്കെ. നിന്റെ ഹെൽത്തിന്റെ കാര്യത്തിൽ നിനക്ക് ഒരു ശ്രദ്ധയില്ല. അയ്യോ, എനിക്ക് സുഖമില്ലാത്ത കാര്യം ഞാൻ മറന്നുപോയി. അയ്യോ, വേഗം അമ്മയൊന്ന് വിളിക്കേ. അഞ്ജു, അഞ്ജു,
അമ്മേ ഇവിടുത്തെ ആൾക്കാരെ കൂടെ പോയി. എല്ലാരും പുറത്തു പോയേക്ക. പുറത്തു പോയെന്നോ? എവിടെ? മോക്ക് വയ്യാത്ത കാരണം ഡോക്ടറിന്റെ അടുത്തേക്ക് കൊണ്ടുപോയേക്ക. കൊച്ചമ്മയ്ക്ക് എന്ത് പറ്റി? പേടിക്കേണ്ട പോലെ ഒന്നുമില്ല. ആ, ഏത് ഡോക്ടറെ അടുത്താ കൊണ്ടുപോയെന്നറിയോ? ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോവാന്നാ പറഞ്ഞ്. പക്ഷെ ഡോക്ടറിന്റെ പേരൊന്നും അറിയില്ല.